ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആപ്പിൾ കേക്കാണ്. 2 ആപ്പിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കേക്ക് ഉണ്ടാക്കാം. ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് ഓവനോ ബീറ്ററോ ക്രീമോ ബട്ടറോ ഒന്നും തന്നെ ആവശ്യമില്ല. വീട്ടിലുള്ള ചേരുവകളൊക്കെ കൂടെ വെച്ച് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. ഇതുവരെയ്ക്കും കഴിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു കേക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മുടെ ചിക്കൂസ് ഡൈൻ ഗിവ് അവേ നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അറിയാത്തവർക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ആപ്പിൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് 2 ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഏത് ആപ്പിൾ ആയാലും കുഴപ്പമില്ല, ഒരുപാട് മധുരമുള്ളതോ മധുരം കുറഞ്ഞുള്ളതോ ഏതായാലും കുഴപ്പമില്ല. അത് തൊലി ചെത്തി ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലാണ് കേട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത്. 2 കപ്പോളം ഉണ്ടത്. ഇപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കാം. ആപ്പിൾ കുറച്ച് സമയം മുറിച്ച് പുറത്ത് വെച്ചിരുന്നാൽ അതിൻ്റെ കളർ അങ്ങ് മാറും. അങ്ങനെ പെട്ടെന്ന് തന്നെ ചെയ്യണം. അപ്പോൾ കളർ അങ്ങനെ തന്നെ നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ ആപ്പിൾ മുറിക്കുന്ന സമയത്താണെങ്കിൽ സ്റ്റീലിൻ്റെ കത്തി വെച്ച് മുറിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം കളർ അങ്ങനെ പെട്ടെന്ന് മാറില്ല. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ കത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂണൊക്കെ കിസ്മിസ് ചേർത്ത് കൊടുക്കാം. ഒന്നെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരട്ടെ. നമുക്കതങ്ങ് അടച്ചു വെച്ച് കൊടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണേ. ഇപ്പോൾ അത് കുറച്ച് നേരം വെക്കുമ്പോഴത്തേക്കും പഞ്ചസാര മെൽറ്റായതും ആപ്പിൾ എന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ആപ്പിൾ എന്നുള്ള വെള്ളം മാത്രം മതി. നമുക്കൊന്നുകൂടെ അടച്ചു വെച്ച് കൊടുക്കാം. ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു വെന്ത കളറ് വന്നിട്ടുണ്ട്. ഇത് മതി. അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണമായിരുന്നു കേട്ടോ. ആദ്യം തന്നെ പഞ്ചസാര ഇടുമ്പോൾ തന്നെ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ വിട്ടുപോയതാണ്. ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കാൻ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ആയിട്ടുണ്ട്. നമുക്ക് ഓഫായി കൊടുക്കാം. ഫുള്ളായിട്ട് വറ്റിപ്പോവണ്ട, ചെറുതായിട്ടൊന്ന് വെള്ളം ഒക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ച് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 2 ഏലക്ക തൊലി പൊളിച്ചങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ 2 ഗ്രാമ്പും കൂടെ ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. അപ്പോൾ അത് എല്ലാം ഒന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അധികം പുളിയില്ലാത്ത ചെറിയൊരു പുളിയുള്ള തൈരാണ്. തൈരും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മൾ തൈര് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല, നല്ല ക്രീമി ആയിട്ടുള്ള തൈരാണ്. നല്ല ടേസ്റ്റാണ് അത്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഏത് തൈരാണ് ചേർക്കുന്നത്. ഞാൻ ഈ ഒരു തൈരാട്ടോ ചേർക്കുന്നത്. മിൽമയുടെ എലൈറ്റ് കേർഡ് എന്ന് പറഞ്ഞാൽ നല്ല ക്രീമി ആയിരിക്കും, എന്നാൽ അതേ സമയത്ത് നല്ല തിക്കും ആയിരിക്കും, അധികം പുളി ഉണ്ടാവില്ല. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ചേർക്കാം. പിന്നെ ഇതെന്ന് പറയുന്നത് മിൽമയുടെ തന്നെ നോർമൽ കേർഡാണ്. ഇത് കുറച്ച് അത്ര തിക്കായിരിക്കില്ല, നല്ല പുളി ഉണ്ടാകും, കറികൾക്കൊക്കെ എടുക്കാം. അങ്ങനത്തെ ഒരു തൈരാണ് കേട്ടോ അത്. അതെടുക്കാറില്ല, ഈ ബ്ലൂ പാക്കറ്റാണ് എടുക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ, പലരും ചോദിച്ചുകൊണ്ട്. യോഗട്ട് എടുക്കണമെങ്കിൽ യോഗട്ട് എടുക്കാം. ഏതായാലും റൂം ടെമ്പറേച്ചറിലുള്ളത് മാത്രമേ എടുക്കാവുള്ളൂ. മുട്ടയും എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലുള്ളത് മാത്രമേ എടുക്കാവുള്ളൂ. കുറച്ച് സമയം എടുത്ത് പുറത്ത് വെക്കുക, ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ, എന്നിട്ട് യൂസ് ചെയ്യാം. നമുക്കതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ ഒഴിക്കാം. ഇനി ബട്ടർ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മെൽറ്റഡ് ബട്ടർ ചൂടില്ലാതെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഓയിൽ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ മുകൾ ഭാഗത്തൊരു എണ്ണ പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ. എന്ന് വെച്ച് ഒരുപാട് അങ്ങ് അടിച്ച് പതപ്പിക്കുകയും വേണ്ട. അപ്പം അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതുപോലെ ഇനി നമ്മൾ എടുക്കുന്നത് 1 കപ്പ് മൈദയാണ് കേട്ടോ. 250 ml കപ്പിൽ 1 കപ്പ് മൈദ എടുക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കണം, ഇങ്ങനെ വടിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. നല്ല കൂമ്പാരം പോലെ എടുക്കരുത്. ഇപ്പോൾ മെഷറിംഗ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏകദേശം ഈ ഒരു 250 ml വരുന്ന ഒരു ഗ്ലാസ് എടുത്തിരുന്നാലും മതി. നമുക്കൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് ചേർക്കുന്നത് ബേക്കിംഗ് പൗഡറാണ്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല ഈ ഒരു കേക്കിൽ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി പതുക്കെ കുറേശ്ശെ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് പകുതിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 3 പ്രാവശ്യമായിട്ടങ്ങ് ഇട്ട് കൊടുക്കാം. അത് മതി. ഇപ്പം എല്ലാം ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ഇളം ചൂടുള്ള പാലൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഈ ഒരു 6 ഇഞ്ച് വരുന്ന സ്ക്വയർ ബേക്കിംഗ് ട്രേ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ബട്ടർ പേപ്പർ ഇട്ട് ഓയിൽ വെച്ചൊന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലാക്കി കുറച്ച് മൈദ തൂകി ഒന്ന് തട്ടിക്കൊടുത്ത് എടുത്തിരുന്നാലും മതി. സ്ക്വയർ അല്ലെങ്കിൽ റൗണ്ടിലുള്ള ബേക്കിംഗ് ട്രേ എടുക്കാം, ഇല്ലെങ്കിൽ വീട്ടിലുള്ള ചുറ്റുപാത്രം എടുക്കാം, ഏതായാലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മുടെ ആപ്പിളൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അത് നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. മുഴുവൻ ഇടുന്നില്ല, ഒരു 1/4 ഭാഗത്തോളമൊക്കെ ഇട്ടിട്ടുണ്ട്.
കുറച്ച് പോർഷൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കാഷ്യൂ നട്ട്സിന്റെ കുഞ്ഞു കുഞ്ഞു പീസസ് ഉണ്ടല്ലോ, ബേബി കാഷ്യൂസ് ആണ്. ഇത് നമുക്ക് വളരെ വിലക്കുറവിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. കാഷ്യൂ നട്ട് വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതാണെങ്കിൽ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം, ടേസ്റ്റി ആയിരിക്കും. ഇല്ലെങ്കിൽ സാധാരണ കാഷ്യൂ നട്ട്സ് ഒരു 5-6 എടുത്ത് ജസ്റ്റ് നന്നായിട്ടൊന്ന് കുത്തി പൊട്ടിച്ചെടുത്തിരുന്നാലും മതി. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴല്ലായിരുന്നു ഇട്ട് ഇടേണ്ടിയിരുന്നത്. ഞാനത് ഓർക്കാതെ ആപ്പിൾ ഇട്ട് പോയത്. ആപ്പിൾ ഇടുന്നതിന് മുന്നേ ഇട്ട് കൊടുക്കണം. ആദ്യം ഈ ബേബി കാഷ്യൂസ് ഒന്ന് വെതറിയതിന് ശേഷം, അല്ലെങ്കിൽ സാധാ കാഷ്യൂ നട്ട്സ് ഒന്ന് വെതറിയതിന് ശേഷം ആപ്പിളും കിസ്മിസും കൂടെ ഇട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്താൽ അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേക്ക്. ബാക്കിയുള്ള ആപ്പിളിൻ്റെ പീസസ് നമുക്ക് ബാറ്ററിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഇതുപോലെ ബാറ്ററിലേക്ക് മിക്സ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ. ഇപ്പോൾ ഒരു ആപ്പിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പോൾ താഴെ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നല്ല ടേസ്റ്റി ആയിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ. അതിൻ്റെ കൂടെ കുറച്ച് ബേബി കാഷ്യൂസും കൂടെ ഇട്ട് കൊടുക്കാം. അതുകൊണ്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാട്ടോ, നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേക ടേസ്റ്റുള്ള കേക്കാണ്. നമുക്കിത് ടിന്നിലേക്ക് നമുക്ക് ബാറ്റർ പതുക്കെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടായാൽ മതി. ഒഴിച്ച് നമുക്ക് ഒരു ഇറുക്കിലി കൊണ്ട് പതുക്കെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് ബബിൾസ് ഇങ്ങനെ വരും. അപ്പോൾ ആ ബബിൾസ് ഒന്ന് ഇളക്കി ഇങ്ങനെ ഒന്ന് പൊട്ടിച്ച് മിക്സ് ആക്കി കൊടുത്താൽ മതി. ഏറ്റവും ടോപ്പിൽ കുറച്ച് ബേബി കാഷ്യൂസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പാണ് കേട്ടോ. സാധാരണ ഒരു അലൂമിനിയം പാത്രം ഗ്യാസ് അടുപ്പിൽ വെച്ചതാണ്. ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പം ബേക്കിംഗ് ട്രേ റെഡിയാക്കുമ്പോൾ തന്നെ ഈ ഒരു അലൂമിനിയം പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ചൂടാക്കിയെടുത്താൽ മതി. നമുക്ക് നമ്മുടെ ബേക്കിംഗ് ട്രേ വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. തീ അധികമായി പോയാൽ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞ് ഉള്ളു ആവില്ല. തീ തീരെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കേക്കിന് അത്ര സോഫ്റ്റ്നെസ് കിട്ടില്ല. ഇനി ഓവനിലാണെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 to 35 മിനിറ്റ്സ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ അത് 35 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഞാൻ ഇടയ്ക്ക് 30 മിനിറ്റ് ആയപ്പോൾ തുറന്ന് നോക്കിയിരുന്നു. കുത്തി നോക്കിയപ്പം ആയിട്ടില്ല. അപ്പോൾ 5 മിനിറ്റ് കൂടെ മീഡിയം ഫ്ലെയിമിൽ തന്നെ അടച്ചു വെച്ചു. ഇതിപ്പം ആയിട്ടുണ്ട്. നമുക്കിനി ഇതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുക്കാനായിട്ട് വെക്കുമ്പം ഒരു തുണി ഇട്ട് മൂടി വെച്ചിരുന്നാൽ മതി, ആവി വെള്ളം വീഴാതിരിക്കാൻ. ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ കേക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാവുള്ളൂ. നമുക്കിങ്ങനെ സൈഡിൽ കൂടെ കത്തി ഒന്ന് ഓടിച്ച് ഒരു പ്ലേറ്റിലേക്ക് കമത്തി ഒന്ന് തട്ടി കൊടുത്താൽ മതി. അങ്ങ് പോകുന്നത് ബട്ടർ പേപ്പർ അങ്ങ് മാറ്റി കൊടുക്കാം. അടിപൊളി നല്ല ഭംഗിയുള്ള ഒരു കേക്കാണ്. ഇതിപ്പം ഇതിൻ്റെ മുകളിൽ ഞാൻ ആദ്യം പറഞ്ഞതല്ലോ ബേബി കാഷ്യൂസ് ഇടണമെന്ന്. അപ്പോൾ അത് ഇടാൻ വിട്ടുപോയതുകൊണ്ട് ഇപ്പം അങ്ങ് ഇടുകയാണ്. കുറച്ച് ബേബി കാഷ്യൂസും കൂടെ അങ്ങ് വെതറിയിട്ട് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അവിടെ ഇരുന്നോളൂ. ഇനിയിപ്പോൾ ആദ്യം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ ഇട്ടിരുന്നാലും മതി. നമുക്ക് കട്ട് ചെയ്യാം. ഇത് 3 കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി ഒരു പാടായിരിക്കും, കാരണം കിസ്മിസും ഉണ്ട് ആപ്പിളിൻ്റെ പീസും ഉണ്ട്. അപ്പോൾ അത് കട്ടാകുമ്പോൾ കറക്റ്റായിട്ട് ചിലപ്പോൾ കട്ടായി കിട്ടണമെന്നില്ല. ബ്രെഡ് നൈഫ് ഉണ്ടെങ്കിൽ അത് വെച്ച് കട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ സാധാരണ നൈഫാണ് എടുത്തത്. അതാകുമ്പോൾ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. കുഴപ്പമില്ല, നമുക്ക് കഴിക്കാനല്ലേ. 9 പീസസ് കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റാണ്. മുറിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ? സോഫ്റ്റാണെന്ന് മാത്രമല്ല നല്ല മോയിസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കുമാണിത്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിക്കട്ടെ. അമേസിങ് ടേസ്റ്റാണ്. ഇതുവരെയും കഴിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു ഫ്ലേവറിലൊരു കേക്ക്. മോയിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നല്ല സോഫ്റ്റാണ്. ആപ്പിളിൻ്റെ പീസസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാനുണ്ട്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അടിപൊളിയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു കേക്ക് 3 പ്രാവശ്യമാണ് ഉണ്ടാക്കിയത്. 3 പ്രാവശ്യവും വെയിറ്റ് നോക്കാൻ മറന്നുപോയി. ഏകദേശം ഒരു 650-700 ഗ്രാമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. സെയിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരു 350-400 ഒക്കെ വാങ്ങിക്കാം. ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അത്ര ടേസ്റ്റിയാണ്. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.